ഹലോ ഗൈസ്, എല്ലാ കുട്ടികാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ തമ്പനയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കും. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മൾ 3 വർഷം മുമ്പ് നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രീ ഫയറിൽ കുറേ ഹാക്കേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഹാക്കേഴ്സിനൊക്കെ പറ്റിയൊരു വീഡിയോ ആണ്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഹാക്കേഴ്സിൻ്റെ ഗെയിം പ്ലേസും അതുപോലെ തന്നെ ആ ഹാക്കേഴ്സിൻ്റെ ID കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 വർഷം മുമ്പത്തെ കുറച്ച് IDs, അത് ഹാക്കേഴ്സിൻ്റെ IDസും കാര്യങ്ങളും നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകും. അതുപോലെ തന്നെ നമ്മൾ അവർ ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഏകദേശം 2020-19 കാലഘട്ടത്തിൽ കളിച്ചിരുന്ന കുറച്ച് ഹാക്കേഴ്സ്, ഗെയിമിൽ വന്ന കുറച്ച് ഹാക്കേഴ്സിൻ്റെ IDയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ വാച്ച് ശ്രമിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓണെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനെടുത്ത ഇതേപോലത്തെ കണ്ടൻറ്റും കാര്യങ്ങളുടെയൊക്കെ നോട്ടീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഹാക്കറാണ് ഈ ഒരു ഹാക്കർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഹാക്കറെ മെയിനായിട്ട് ഈ ഹാക്കർ ഹാക്ക് ചെയ്ത് എന്താണെന്നൊക്കെ വെച്ചാൽ നമ്മൾ ഓട്ടോ ഹെഡ്ഷോട്ട് ഹാക്ക്, അതുപോലെ തന്നെ നടക്കുമ്പോൾ ഓടിയും കൊണ്ടൊക്കെ നമുക്ക് മെഡിക്കേറ്റും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ഹാക്കിങ്ങാണ് ഈ ഒരു പുള്ളിക്കാരെ ഹാക്ക് ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു പുള്ളിക്കാരെ ഇപ്പോൾ ആക്റ്റീവായി കളിക്കുന്ന പ്ലെയറാണോ, അത് ഈ പുള്ളിക്കാരെ ഹാക്ക് ചെയ്തിട്ട് ഈ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് പോയോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റിയ ആ ഒരു പുള്ളിക്കാരൻ്റെ ID എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് ബാനായണോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കണേ ആ ഒരു അക്കൗണ്ട് ബാനായിട്ടെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 30 ഡേയ്സ് ആയിട്ട് ആക്റ്റീവായിട്ട് കളിക്കാത്തൊരു പ്ലെയറാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 3 വർഷങ്ങൾക്ക് മുന്നുള്ള ഏതൊരു ബാഡ്ജ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, 8 ബാഡ്ജ് അങ്ങനത്തായിട്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 30+ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. 29 ലൈക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ 30 ലൈക്കും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ കിൽഫീൽഡ് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ്റെ കിൽസ് നോക്കുകയാണെങ്കിൽ സ്കോഡ് കളിക്കുന്ന സമയത്ത് 11 ഗെയിം അതിൽ 100 സംതിങ്ങോളം കില്ലെടുത്തിട്ടുണ്ട്. അതുപോലെ 6 പൂയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ ഒരു പുള്ളിക്കാരൻ. അപ്പോൾ ഈ പുള്ളിക്കാരനൊക്കെ വെച്ച് കളിക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മാസ്റ്ററൊക്കെ അടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ലിസ്റ്റിലുള്ള ഹാക്കറുടെ ID എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മൾ അടുത്ത ഹാക്കറുടെ ID കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ പോലെ ഹാക്കറുടെ ഗെയിം പ്ലേസും കാര്യങ്ങളും നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഹാക്കറുടെ മെയിനായിട്ടുള്ള ഒരു ഹാക്കിങ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ എല്ലായിടത്തും കൂടെയും പോയിട്ട് നമ്മുടെ വണ്ടി വെച്ച് എനിമീസിനെ കൊല്ലുക. എല്ലായിടത്തും കൂടെയും പോയിട്ട് ഈ പുള്ളിക്കാരെ കൊല്ലാൻ പറ്റും. വീടിൻ്റെ ഉള്ളിൽ കൂടെ കയറാം, അതുപോലെ തന്നെ കല്ലിൻ്റെ ഉള്ളിൽ കൂടെ കയറാം, ഏതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ ഈ പുള്ളിക്കാരന് പോയിട്ട് എനിമീസിനെ കൊല്ലാം. എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു ഹാക്കാണ് ഈ പുള്ളിക്കാരനെ ഹാക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഹാക്കിങ്ങിന് എന്തൊരു പേരുണ്ട് ഗൈസ്, ആ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പോലെ ഹാക്കേഴ്സിൻ്റെയൊക്കെ പിന്നാലെ കളിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹീറോയ്ക്കോ ഗ്രാൻഡ് മാസ്റ്ററൊക്കെ അടിക്കാൻ പറ്റുന്നതായിരിക്കും. ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്നതായിരിക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് ഇങ്ങനത്തെ പ്ലേസിനൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മാസ്റ്ററൊക്കെ അടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് ഈ ഒരു പ്ലെയർ ID കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഈ ഒരു പ്ലെയർ ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഏതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ഈ ഹാക്കറുടെ ID കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് നമ്മുടെ ഹാക്കറുടെ ID എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഹാക്കറുടെ ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ബാനായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ 30 ഡേയ്സ് ആയിട്ട് ആക്റ്റീവായിട്ട് കളിക്കുന്ന പ്ലെയർ കൂടിയാണ്. അപ്പോൾ അതിനർത്ഥം ഈ ഒരു പുള്ളിക്കാരത്തി കളി നിർത്തിയിട്ടുണ്ട്, അത് ഹാക്കായി പോയിട്ടുണ്ട്. ഈ ഒരു പുള്ളിക്കാരുടെ അക്കൗണ്ട് ബാനായി പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പുള്ളിക്കാരുടെ ലൈക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന 1000 സംതിങ്ങോളം ലൈക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 11 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പുള്ളിക്കാരത്തേക്ക്. 3 വർഷങ്ങൾക്ക് മുന്നുള്ള ഏതൊരു അനിൽ പാസും കാര്യങ്ങളൊക്കെ കളിച്ചുള്ള ഒരു പ്ലെയർ കൂടിയാണ് ഈ ഒരു ഹാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹാക്കറുടെ കിൽ ഫീൽഡ് കാര്യങ്ങളൊക്കെ നോക്കാം, കില്ലൊക്കെ എത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ BR റാങ്കറിൽ സോളോ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ BR റാങ്കർ നോക്കുകയാണെങ്കിൽ സ്കോഡ് സോളോ ഇതിലൊക്കെ നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സ്കോഡായിട്ട് കളിക്കുന്ന സമയത്ത് 100 സംതിങ്ങോളം കില്ലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോളോ ആയി കളിക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ട്. സോളോ ആയിട്ട് കളിക്കുന്ന സമയത്ത് തന്നെ 18 മാച്ച്, അതുപോലെ തന്നെ 83ഓളം കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഡൂ ആണെങ്കിൽ അതേപോലെ തന്നെയാണ് 16 മാച്ചും, അതുപോലെ തന്നെ 2 ബോയി, അതുപോലെ തന്നെ 44 കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഹാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഹാക്കറുടെ ID കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ ഹാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ഹാക്കറുടെ ID കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ ഹാക്കറെ നോക്കണമെങ്കിൽ ഈ ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ വളരെ പാവം പിടിച്ചുള്ള ഒരു ഹാക്കറാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങോട്ട് അടിച്ചാൽ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഫുള്ള് ഹെഡ്ഷോട്ട് മാത്രമേ ഈ പുള്ളിക്കാരൻ അടിക്കുമ്പോൾ കൊള്ളുന്നുള്ളൂ. കാരണം ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഈ ഒരു പുള്ളിക്കാരൻ നമ്മുടെ കാലിലോട്ട് അടിച്ചാലും കയ്യിലോട്ട് അടിച്ചാലും എങ്ങോട്ട് അടിച്ചാലും ഫുള്ള് ഹെഡ് മാത്രമേ കൊള്ളത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഹാക്കർ എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഹാക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ വെറുതെ ഹാക്ക് ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ സോളോ ആയിട്ടാണ് കളിക്കുന്നത്. സോളോ ആയിട്ട് കളിക്കാൻ എന്തായാലും അക്കൗണ്ട് ബാനാവും. സോളോ ആയിട്ട് നല്ല എങ്ങനെ
ഹാക്ക് ചെയ്താലും ഫ്രീ ഫയറിൽ അക്കൗണ്ട് പോവും, അതത്രേ ഉള്ളൂ. അതല്ല ഞാൻ പറയുന്നത്, വേറെ ഒന്നല്ല. നമ്മുടെ ഹാക്കർ ഒരാൾ മാത്രമേ കളിക്കുന്നത്, സോളായിട്ടാണ് കളിക്കുന്നത്. സ്ക്വാഡായിട്ടാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടി കുറേ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്ന പ്ലേയേഴ്സൊക്കെ കൂടുതലായിട്ട് അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാർ ഹാക്ക് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ഹെഡ് ഷോട്ടേക്കും അതുപോലെ തന്നെ വാൾവ് ഹാക്ക് കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങോട്ട് അടിച്ചാൽ ഹെഡ് മാത്രമേ കൂടുതൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ ഒരു പുള്ളിക്കാരുടെ ഐ ഡി കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഇതുവരെ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ സബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പുള്ളിക്കാരുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ബാനായിട്ടുണ്ടെന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു പുള്ളിക്കാരുടെ ഐ ഡി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഐ ഡി കാര്യങ്ങൾ കയറിയിട്ട് നമ്മൾ ഈ പുള്ളിക്കാരുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടോ അത് റിമൂവ് ആയി പോയി എന്നൊക്കെ നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ച് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ 30 ഡൈസ് എങ്ങനെയായിട്ട് ആയിട്ടുണ്ട് ഈ പുള്ളിക്കാരൻ കളിച്ചിട്ട്. അപ്പോൾ നോക്കണമെങ്കിൽ നിർത്തി പോയിട്ടുണ്ട്. 4 ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ. അതുപോലെ തന്നെ രണ്ട് ലെവലും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ള ഈ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട്. അപ്പോൾ നമ്മളേതായാലും ലൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പുള്ളിക്കാരൻ 5 ലൈക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരു ലൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ റാങ്കും കാര്യങ്ങളൊന്നും ഇല്ല, ബാഡ്ജും കാര്യങ്ങളൊന്നും എടുത്തിട്ടുള്ള ഒരു സീസണിൽ പോയില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ CS-ലും BR-ലൊക്കെ നോക്കിയ സമയത്താണെങ്കിൽ സോളോ ആയിട്ട് കളിക്കുന്ന സമയത്ത് കുറച്ച് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ സോളോ ആയിട്ട് മാത്രമേ ഒരു പുള്ളിക്കാരൻ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പുള്ളിക്കാരൻ സോളോ ആയിട്ട് മാത്രമേ കളിച്ചിട്ടുള്ളൂ. മെയിനായിട്ട് ഈ പുള്ളിക്കാരെ വെറുതെ ഹാക്ക് ചെയ്താണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗ്രാൻഡ് മാസ്റ്റർ കാര്യങ്ങളൊന്നും പുഷ് ചെയ്യാനല്ല, പുള്ളിക്കാരെ വെറുതെ ഹാക്ക് ചെയ്താണെന്ന് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു ഹാക്കറെ പറ്റിയ വല്ല അഭിപ്രായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. നല്ലൊരു ഹാക്കറാണെന്ന് എനിക്ക് തോന്നുന്നു, വെറുതെ ഫണ്ടിന് വേണ്ടി ചെയ്താണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലോബിയിൽ ഹാക്കേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം അതുപോലെ തന്നെ നിങ്ങളാരെങ്കിലും ഹാക്ക് ചെയ്തിട്ടൊക്കെ ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാനൊരു തവണ കളിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് തന്നെ മറ്റിച്ചു, അതായത് കുറ്റബോധം എനിക്ക് തോന്നി. ഇത്രയും പ്ലേയേഴ്സ് റാങ്ക് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തിട്ട് നമ്മൾ ഹാക്ക് ചെയ്ത് കളിക്കുക എന്ന് വെച്ചാൽ വളരെ മോശമല്ല. അപ്പോൾ നിങ്ങൾ ഹാക്ക് ചെയ്യാതൊക്കെ കളിക്കാൻ ശ്രമിക്കുക. ഹാക്കിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഹാക്ക് ചെയ്ത് കളിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഒന്ന് ഒഴിവാക്കുക, ഹാക്ക് ചെയ്യാതിരിക്കുക വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ അവസാനത്തെ ഹാക്കറിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടെ സബ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഹൈഡ് ആൻഡ് പ്ലേസ്, ടിപ്സ് ആൻഡ് ബഗ്സ് എന്നതിനൊക്കെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ അഭിപ്രായ പ്രകാരം നിങ്ങൾ ഏതൊക്കെ വീഡിയോസ് ചെയ്യേണ്ടിച്ച് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചലഞ്ച് കാര്യങ്ങൾ എടുക്കണം, നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ഷോർട്ട് വീഡിയോസിൽ അധികം നമ്മളിപ്പോൾ ചലഞ്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്താറ്. അതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്തേക്കുക. ബെൽ ബട്ടൺ ഓളം അമർത്തുകയാണെങ്കിൽ ഞാനിവിടുന്ന് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.